ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മാരാർത്തോട്ട അമ്പലത്തിൽ നിന്നും ആറാട്ടിന് വേണ്ടി ആറാട്ടുചിറയിൽ വരുന്നതിൻ്റെയാണ്. അമ്പലത്തിൽ നിന്നും കൊടിയിറങ്ങിയതിന് ശേഷം രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേന് ചിറയിൽ ആറാട്ടിന് വേണ്ടിയിട്ട് വരുന്നതാണിത്. കുതിരയും താലപ്പൊലിയും ആനയൊക്കെ ആയിട്ടാണ് വരുന്നത്. ആദ്യം വരുന്നത് കുതിരയാണ്, അതിൻ്റെ പുറകിൽ താലപ്പൊലിയായിട്ട് വന്നു. അതിൻ്റെയും ബാക്കിൽ ആനയുടെ പുറത്ത് ഭഗവാൻ. ഈ മോളിൽ കെട്ടിയേക്കുന്ന കുരുത്തോല കുറച്ച് താത്ത് കെട്ടിയേക്കുന്നുണ്ട്. കാളയ്ക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് പൊക്കി കൊടുക്കേണ്ടതൊക്കെ വന്നായിരുന്നു. കാള പോയതിന് ശേഷം ആന വരുന്നതിന് മുമ്പ് റോഡിലെല്ലാം പൂ നല്ല രീതിയിൽ വിതറി, 2 സൈഡിലും വിളക്കൊക്കെ വെച്ച്, പിന്നെ ഈ വരുന്ന വഴിയിൽ ഏതെങ്കിലും വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും വിളക്കുകളെല്ലാം വെക്കാറുണ്ട്. ആനയും ഇതെല്ലാം ആറാട്ടെല്ലാം പോയി ചിറയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും റോഡിലെങ്ങും ആരും ഇല്ലായിരുന്നു, എല്ലാവരും ഇപ്പോൾ ചിറയിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസും റീൽസും എല്ലാമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സൈഡ് ഈ വിളക്കും വെച്ച് റോഡിൽ പോവും, ആരും ഇല്ലാത്ത നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കാളയെ ഒരിടത്തോട്ട് മാറ്റി നിർത്തി, പിന്നെ ഭഗവാനെ ആനയുടെ പുറത്തുള്ള ഭഗവാനെ ആൽത്തറയിൽ വെച്ചിട്ട് ആനയെ മാറ്റി കെട്ടുകയാണ് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വന്നവർക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും മോരും വെള്ളവും പഴവും ഉണ്ടായിരുന്നു. ഞാനും 2 ബ്രെഡ് കഴിച്ചു. ചിറയെടുത്തുനിന്ന് അങ്ങ് റോഡ് വരെ പൂവൊക്കെ ഇട്ടേക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം കാണത്തുള്ളൂ, ഇതിപ്പം തിരിച്ച് പോകുമ്പോഴത്തേന് ഇതെല്ലാം കുളമായി പോവുകയും ചെയ്യും. പിന്നെ തിടമ്പ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കാണ്. ഭഗവാനെ അകത്ത് കുളിപ്പിക്കാനും പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഭഗവാനെ ചിറയെ കുളിപ്പിച്ചതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ട് ആൽത്തറയിൽ വന്നിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ആറാട്ട് തിരിച്ച് വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആറാട്ട് തിരിച്ചു പോകുന്ന സമയത്ത് പടക്കം പൊട്ടിക്കാറുണ്ട്.
ചിറയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ആറാട്ട് തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞാൽ തറയിൽ ആ പൂവിട്ട് താലപ്പൊലിയായിട്ട് ഈ ആനയും ചെണ്ടമേളവും ഒക്കെ ഇട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. പിന്നെന്താ, ഇനിയും അടുത്ത ഒരു വർഷം ഇങ്ങനെ കാത്തിരിക്കണം ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരു ഉത്സവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നല്ലൊരു സങ്കടമാണ്, പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ളൊരിത്. സത്യം പറഞ്ഞാൽ ഈ ഉത്സവം എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക വികാരം തന്നെയാണ്. ഇനി അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നമുക്കിനി മാരാരിത്തോട്ടം അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.